കേരളത്തിലെ 38,428 ബ്രാഞ്ച് കമ്മിറ്റികളും 2,444 ലോക്കൽ കമ്മിറ്റികളും 210 ഏരിയ കമ്മിറ്റികളും 14 ജില്ലാ കമ്മിറ്റിയും ഒരേപോലെ സമ്മേളനങ്ങൾ നടത്തി സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ വിരലിലെണ്ണാവുന്ന അത്രയും പോലും പ്രശ്നങ്ങൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. നമ്മൾ എത്ര വാർത്തകൾ മാധ്യമങ്ങൾക്ക് കിട്ടി, ഈ പറയുന്ന വിഭാഗീയതയായി ബന്ധപ്പെട്ടാണെങ്കിലും ജില്ലാ കമ്മിറ്റിയിലായി ബന്ധപ്പെട്ടാണ് എല്ലാം വൃത്തിയായി ഈ സംസ്ഥാന സമ്മേളനം വരെ നടന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, കേരളത്തിലെ മാധ്യമങ്ങളും നമ്മൾ കരക്കമ്പിയായി കേട്ട ഒരു സംഭവവും കേരള സംസ്ഥാന സമ്മേളനത്തിൽ നടന്നില്ല എന്നുള്ളതാണ്. പല ആളുകൾ ഇപ്പോൾ പി ശശിയായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചിട്ട്, എം വി ജയരാജനും പി ജയരാജന്മാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചിട്ട്, ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചിട്ട് അതുപോലെ തന്നെ പാർട്ടി പ്രായമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചിട്ട്, നയമാറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചിട്ട്, രണ്ട് ടേമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചിട്ട്, ഒരു കാര്യങ്ങളെക്കുറിച്ചിട്ടും പാർട്ടി എന്താണോ കഴിഞ്ഞ സമ്മേളനങ്ങൾ എടുത്തിട്ടില്ല തീരുമാനങ്ങൾ അതേപടി നടപ്പിലാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് പിണറായി വിജയന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഗോവിന്ദൻ മാഷിന് വേണ്ടിയിട്ടോ അങ്ങനെയൊന്നും അവിടെ നടന്നിട്ടില്ല. അങ്ങനെ പിണറായി വിജയന് വേണ്ടിയിട്ടാണെങ്കിൽ അവിടെ പി ശശിക്ക് കയറി വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടല്ലോ. അവിടെ ഗോവിന്ദൻ മാഷിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഗോവിന്ദൻ മാഷിൻ്റെ ആൾക്കാർ എത്രയോ ആൾക്കാരുണ്ട്, അവർക്ക് സംസ്ഥാന സമ്മേളനം നമ്മൾ ഈ കരക്കമ്പിയായി കേട്ട ഒരു കാര്യങ്ങളും ഈ CPM സംസ്ഥാന സമ്മേളനം എന്താണോ പാർട്ടി നയം, ആ പാർട്ടി നയങ്ങളിൽ നിന്ന് ഒട്ടും വ്യതിചലിക്കാത്ത രീതിയിൽ അത് മുന്നോട്ട് പോയി എന്നുള്ളതാണ്. 90 സംസ്ഥാന സമിതി അംഗങ്ങളാണ് വേണ്ടത്. അതിൻ്റെ അകത്ത് 89 പേരെ സംസ്ഥാന സമിതി അംഗങ്ങളായിട്ടും ഒരാളെ ക്ഷണിതാവായിട്ട് വെച്ചു. ക്ഷണിതാവ് എന്ന് പറയുന്നത് വീണ ജോർജാണ്. വീണ ജോർജിനെ വെക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അവർ മന്ത്രി ആയതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ അവിടെ ഒരിക്കലും 9 വർഷമായ ഒരു സ്ത്രീ ഒരിക്കലും അവിടെ സംസ്ഥാന കമ്മിറ്റി വരില്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഈ സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞാൽ അവർ ആ സംസ്ഥാന സമിതിയിൽ ഉണ്ടാവില്ല. കാരണം എന്താണ്, ഈ പറഞ്ഞ 9 വർഷം ഒരാളെ കയറിയിട്ട് സംസ്ഥാന സമിതിയിലാക്കുകയില്ല. കാരണം എന്താണ്? പിന്നെ രണ്ടാമത്തെ കാര്യം, സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആണല്ലോ. സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ അകത്ത് നിന്ന് ആരെയും ഒഴിവാക്കിയിട്ട് പുതിയ ആൾക്കാരെ വെക്കാൻ പറ്റില്ലല്ലോ. ഒഴിവാക്കിയാൽ നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ എന്താണ് പറയുക, എന്തെങ്കിലും പി ഗഗാറിൻ എന്ന് പറയുന്ന വയനാട് ജില്ലയുടെ ജില്ലാ സെക്രട്ടറിനെ മാറ്റിയപ്പോൾ തന്നെ പ്രശ്നമാണ്. അയ്യോ, അദ്ദേഹത്തെ ഒഴിവാക്കി എന്ന് പറയുകയാണ്. കാരണം എന്താണ്, അദ്ദേഹത്തെ ഒഴിവാക്കാനുള്ള കാരണം അവിടെ ഓൾറെഡി 3 പേരുണ്ട്, 4ാമത് ഒരാളാണ് കാരണം ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള റഫീഖിനെ അവിടെ സംസ്ഥാന സമിതി കൊണ്ടുവന്നേ പറ്റുള്ളൂ. അപ്പോൾ ഒരു ജില്ലയിൽ നിന്ന് വളരെ ചെറിയ ജില്ല, 3 നിയമസഭാ മണ്ഡലങ്ങൾ മാത്രമുള്ള ഒരു ജില്ലയിൽ നിന്ന് 4 പേരെ സംസ്ഥാന സമിതിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ആകെയുള്ള എണ്ണം എത്രയാണ്? 90 അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് 3 പേരെ അവിടെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റിയ ഒരാൾ മന്ത്രിയാണ്, ORK മന്ത്രിയാണ്. പിന്നെ 3ാമത്തെ ആളെന്ന് പറയുന്നത് CK ശശീന്ദ്രനാണ്. ശശീന്ദ്രനെ സംബന്ധിച്ചോളം മുതിർന്ന നേതാവാണ്, വർഷങ്ങളായിട്ട് അവിടെ നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് അവർ 3 പേര് ശശീന്ദ്രനെയാണോ ഗഗാറിനെയാണോ കൊണ്ടുവരേണ്ടത് ചോദിച്ചാൽ ശശീന്ദ്രൻ തന്നെയാണോ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ 3 പേരെ അവിടെ വെച്ചു എന്നുള്ള ഒരാളെ അവിടെ നിന്ന് ഒഴിവാക്കി. അപ്പോൾ അവരെ ഒഴിവാക്കുമ്പോൾ തന്നെ നമ്മൾ മാധ്യമങ്ങളടക്കമുള്ളവർ പോയി ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നിങ്ങളെ ഒഴിവാക്കിയത് എന്ന് ചോദിക്കുകയാണ്. കാരണം എന്താണ്, ആകെ മുൻ ധാരണകൾ അനുസരിച്ചിട്ട് 90 പേരെയാണ് സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. പിന്നെ പത്മകുമാർ പറഞ്ഞതുപോലെ 90 വർഷം, 52 വർഷവും 53 വർഷവുമായിട്ട് എക്സ്പീരിയൻസ് ഉള്ളതും അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തൊക്കെ കേരളത്തിൽ നിരവധി സഖാക്കളുണ്ട്. ഒരു പത്മകുമാർ മാത്രമല്ല, നമ്മൾ ഓരോ ജില്ലാ കമ്മിറ്റികളും ഓരോ ജില്ലാ സെക്രട്ടേറിയറ്റുകളും എടുത്ത് നോക്കിക്കോളൂ. എത്രയോ നേതാക്കന്മാരുണ്ട് കേരളത്തിൻ്റെ പലയിടങ്ങളിൽ. അവരെല്ലാം ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരുടെ അവസ്ഥ പോലെയാവും. വിരലിലെണ്ണാവുന്ന എത്രയാണോ പറയുന്നത് അത്ര എണ്ണം ഇട്ട് കൊടുക്കുക. ഈ സംസ്ഥാന കമ്മിറ്റിക്കും CPM ഒരു നയമുണ്ടല്ലോ, 90 പേരാണ് സംസ്ഥാന സമിതിയിൽ മതി, 17 പേരാണ് സെക്രട്ടേറിയറ്റിൽ മതി എന്നുള്ളൊരു തീരുമാനമാണ് ആ പാർട്ടിയുടെ തീരുമാനം എന്ന് പറയുന്നത്. അത് മാറ്റണമെങ്കിൽ സംസ്ഥാന സമ്മേളനം തീരുമാനം എടുത്തിട്ട് ആ എണ്ണം കൂട്ടാൻ തീരുമാനിക്കണം. അങ്ങനെ കൂട്ടാൻ തീരുമാനിച്ചിട്ടില്ല. 17 പേരെ എടുക്കാൻ സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചുള്ളൂ. 17. അതിൻ്റെ അകത്ത് MP രാജേഷ് നല്ല ആളാണ്, നല്ല കേഡറാണ്, പാർട്ടിക്ക് വേണ്ടി സെക്രട്ടേറിയറ്റിലേക്ക് വരേണ്ട ആളാണ്, വരാൻ പറ്റിയില്ല. P ശശി വരേണ്ട ആളാണ്, സംസ്ഥാന സെക്രട്ടറി, കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു പാർട്ടിക്ക് വേണ്ടി. ഇപ്പോൾ ആരാണ്, മുഖ്യമന്ത്രിയോട് ഏറ്റവും അടുപ്പം സൂക്ഷിക്കുന്ന ഒരാളാണ്. അടുത്ത ആൾ P ജയരാജൻ, പാർട്ടിയുടെ നല്ല കേഡറാണ്, അതായത് പാർട്ടിക്ക് വേണ്ടി ത്യാഗം തയ്ച്ച ആളാണ്, ഒരു ബോംബേർ കൊണ്ട ആളാണ്, വീട്ടിൽ കാര്യമായി സാമ്പത്തികം ഉണ്ടാക്കിയെന്നുള്ള ഒരു പരാതിയുള്ള ആളല്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് തിരിച്ചു വരേണ്ട ആളാണ്. പക്ഷേ എന്താണ് കാരണം, പക്ഷേ MV ജയരാജാണ് പാർട്ടി ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങൾ കണ്ണൂർ നടക്കുന്ന സമയത്തും ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ആ പാർട്ടിയെ കൃത്യമായി കൊണ്ടു നടക്കുന്ന ആൾ MV ജയരാജനാണ്. അത് മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു. പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് മാറ്റി ജില്ലാ സെക്രട്ടറി ആയി പോയിരിക്കാൻ പറഞ്ഞപ്പോഴും ഒരു പ്രശ്നമില്ലാതെ പോയി ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അവിടെ അദ്ദേഹത്തിൻ്റെ ഒരു പരാതിയും എവിടെയും പറയുന്നത് കേട്ടിട്ടില്ലല്ലോ. അതേത്തെ പോലെ ഒരു നേതാവിന് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വരാനുള്ള സാധനം. അപ്പോൾ ആകെ 3 പേരെ അവർ പരിഗണിച്ചിട്ടുള്ളൂ. അപ്പോൾ 3 പേരിൽ ആരെയാണ്? പിന്നെ എറണാകുളത്തിൻ്റെ പ്രാതിനിധ്യം ഇല്ല എന്ന് പറയുമ്പോൾ CMOനെ പരിഗണിച്ചേ പറ്റുള്ളൂ, വേറെ ഓപ്ഷൻ ഇല്ല. ശൈലജ ടീച്ചറെ ഇനി ഞാനൊരു ഉദാഹരണം പറയട്ടെ. ശൈലജ ടീച്ചറെ
ടീച്ചറെ ആ പോസ്റ്റിൽ നിന്ന് മാറ്റിയാൽ കേരളത്തിലെ പുകിലെന്തായിരിക്കും? സെക്രട്ടേറിയറ്റിലേക്ക് കൊണ്ടുവന്നാൽ അതിനേക്കാളും വലിയ കാര്യം എന്താണ്? ഇന്നലെ സംസ്ഥാന സമ്മേളനത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കായ ഒരു കാര്യം, ശ്രദ്ധിച്ചോ എനിക്കറിയില്ല, പക്ഷേ ഒരു കാര്യം എന്താണ്, മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിച്ച് ഇറങ്ങിയതിന് ശേഷം അടുത്ത പ്രസംഗിക്കാൻ കൊടുത്ത ആൾ വന്നാൽ ശ്രീമതി ടീച്ചർ ചർച്ചയല്ല, ചർച്ച ചെയ്തു. വെരി ഗുഡ്, നല്ല കാര്യമാണ്. ഞാൻ പറയുന്നത് ചർച്ച ചെയ്യുന്നതിനെ കുറിച്ച് ആ ഒരു കാര്യം, ടീച്ചർ വന്ന് സംസാരിക്കുക എന്ന് പറയുന്നത്, ടീച്ചർ വന്ന് അതൊരു സന്ദേശം ഈ കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ടല്ലോ. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യവും കഴിഞ്ഞ മുമ്പത്തെ പ്രാവശ്യം മുഴുവൻ പറഞ്ഞുകൊണ്ടിരുന്ന പിണറായി വിജയനും സർക്കാരെല്ലാം കൂടി സൈജൽ ടീച്ചറെ ഒതുക്കി സൈഡാക്കി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകണ്ടോ. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്ത് പിണറായി വേറെ ഒരാളെ അദ്ദേഹത്തെ ഒഴിവാക്കാൻ സംസ്ഥാന കമ്മിറ്റിയോ അല്ലെങ്കിൽ സംസ്ഥാന സമ്മേളനമോ തീരുമാനിക്കുമോ മാത്രമേ അത് മാറേണ്ട കാര്യം, അദ്ദേഹം മാറേണ്ട കാര്യമുള്ളൂ. അതിലല്ലാതെ അദ്ദേഹം മാറേണ്ട കാര്യമില്ല. അപ്പോൾ ടീച്ചറെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ എന്താണ്, ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റിൽ ടീച്ചറെ കൊണ്ടെത്തിച്ചിട്ടില്ലേ? ഈ സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗമായില്ലേ ടീച്ചർ? അപ്പോൾ അതിനകത്ത് എന്താ പറയുക, സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. നോർമലി അവരെ കേന്ദ്ര കമ്മിറ്റി അംഗമെന്നുള്ള നിലയ്ക്ക് സെക്രട്ടേറിയറ്റ് പങ്കെടുക്കാൻ പറ്റും, എങ്കിൽ കൂടെ അവരെ പ്രോപ്പറായിട്ട് അവിടെ കൊണ്ടെത്തിച്ചു. ഇനി അങ്ങനെ ഒഴിവാക്കാനാണ് പാർട്ടി ഉദ്ദേശിച്ചിരുന്നെങ്കിൽ കേന്ദ്ര കമ്മിറ്റി അംഗം എന്നുള്ള നിലയ്ക്ക് വെച്ചാൽ പോരായിരുന്നോ? സെക്രട്ടറി ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ പോരായിരുന്നു. അങ്ങനെയല്ലല്ലോ ചെയ്തത്, കൃത്യമായി പോസ്റ്റ് ചെയ്തുള്ളൂ. അപ്പോൾ ഈ CPM എന്നുള്ള പാർട്ടിക്ക് അതിൻ്റേതായ നയങ്ങളും അതിൻ്റേതായ ശൈലികളും ഉണ്ട്. ആ ശൈലികളിൽ നിന്ന് ഒരു വിട്ടുവീഴ്ച തറക്കാൻ ഇങ്ങനെയാണ് ഈ പാർട്ടി പോകുന്നതെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ ഈ ടേമിൻ്റെ കാര്യത്തിലൊന്നും ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. അടുത്ത ടൈമിൻ്റെ കാര്യത്തിൽ എന്താണോ പ്രായ വ്യത്യാസത്തിൻ്റെ കാര്യത്തിൽ ആരുണ്ടോ? ഈ EP ജയരാജൻ ഉൾപ്പെടാൻ കാരണം എന്താണ്? അദ്ദേഹത്തിന് 75 വയസ്സാകില്ല. 75 വയസ്സാകുന്നതിന് മുന്നേ അദ്ദേഹത്തിന് മാറ്റേണ്ട കാര്യമില്ല. TP രാമകൃഷ്ണൻ മാറ്റിയിട്ടില്ലല്ലോ. അദ്ദേഹം 75 വയസ്സാകുന്നില്ല. 75 വയസ്സാകുന്നതിന് മുന്നേ ഒഴിവാക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം എന്താണോ ഈ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് അത് നടപ്പിലാക്കാൻ പ്രാപ്തിയുള്ള പാർട്ടി തന്നെയാണിത്. അതുപോലെ തന്നെയല്ല നവകേരളത്തിൻ്റെ പുതുവഴികൾ എന്ന് പറഞ്ഞിട്ട് നയരേഖ വസിക്കും. നയരേഖ എന്ന് പറയുന്നത് എന്താണ്? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ അടുത്ത 5 വർഷം എങ്ങനെ, അല്ലെങ്കിൽ 6 വർഷം പാർട്ടിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത്. കാരണം ഈ സമ്മേളനം കഴിഞ്ഞാൽ ഇനി ഒരു സമ്മേളനത്തിന് മുമ്പ് ഇലക്ഷൻ വരികയാണ്. ആ ഇലക്ഷന് മുമ്പിൽ എങ്ങനെ ഈ പാർട്ടിനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യം തീരുമാനമെടുത്ത് അത് ഈ പാർട്ടിയിൽ അവതരിപ്പിക്കുകയും ആ പാർട്ടി അതിൻ്റെ അംഗീകാരം കൊടുത്തിട്ട് അത് പോയി മുന്നോട്ട് പോകാൻ അംഗീകാരം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ശക്തമായ രീതിയിൽ ഈ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ ഈ സംസ്ഥാന സമ്മേളനത്തോട് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി വരുന്ന എന്താ, വളരെ ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് 2 ഇലക്ഷൻ വരികയാണ്. ഇപ്പോൾ മറ്റുള്ള പാർട്ടികൾ ഇതിനെതിരെ എത്ര സജ്ജമായി എന്നാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിച്ചോട്ടെ. അതായത് ഇതിന് സമാനമായ രീതിയിൽ അല്ലെങ്കിൽ പോലും രാഷ്ട്രീയകാര്യ സമിതി നടന്നപ്പോൾ നവകേരളത്തിൻ്റെ പുതുവഴികൾക്ക് സമാനമായ രീതിയിൽ ഒരു സ്ട്രാറ്റജി VD സതീശൻ അവതരിപ്പിക്കാൻ എഴുന്നേറ്റായിരുന്നു. എന്താ സംഭവിച്ചത്? അതന്നെ പറയുന്നത് ഇന്ത്യയിൽ ഞാൻ പറയുന്നത് ലോകത്തിൽ തന്നെ ഇതുപോലെ ഒരു പാർട്ടിക്ക് ഇത്രയും അച്ചടക്കത്തോടു കൂടി ഒരു പ്രസ്ഥാനത്തെ നടത്തിക്കൊണ്ടു പോകാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വിരലിലെണ്ണ നമുക്ക് 2ാമതോ 3ാമതോ ഒരു അവസരം ഈ പാർട്ടിയിൽ കേൾക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു 5 അവസരം ഉണ്ടെങ്കിൽ നമുക്ക് 5 എണ്ണമെങ്കിലും പറയാം. ഇത് ഒരെണ്ണത്തിന് നമ്മൾ ഒതുങ്ങേണ്ടി വരുന്നു, ബാക്കി എല്ലാവരും പിൻവലിച്ചു പോയി എന്നുള്ളതാണ്. നമുക്കൊരു ഇടവേള. Meet the editors.